Hello friends, MMPC 005 യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അത് കമ്പാരിസൺ പർപ്പസിനും ഡാറ്റ സമ്മറൈസേഷൻ പർപ്പസിനും ഒക്കെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വിച്ച് ഡിസ്ക്രൈബ്സ് ദി പൊസിഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷന്റെ പൊസിഷൻ ആണ് എന്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് എനേബിൾ അസ് ടു കമ്പയർ ടു ഓർ മോർ സെറ്റ് ഓഫ് ഡാറ്റ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് ഡാറ്റ. ഡാറ്റ സമ്മറൈസേഷൻ പർപ്പസിനും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കുറച്ച് മെഷേഴ്സ് ആണ്. ഒന്ന് അരിത്തമെറ്റിക് മീൻ, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, ക്വാണ്ടൈൽസ്, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് അരിത്തമെറ്റിക് മീൻ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് അതിൻ്റെ എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ അതിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ആൻഡ് ഇറ്റ് ഈസ് ദി വാല്യൂ ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് സം ഓഫ് ഓൾ ഗിവൺ ഒബ്സർവേഷൻ ബൈ ദിയർ നമ്പർ. ദെൻ അരിത്തമെറ്റിക് മീനിനെ നമ്മൾ എ എന്ന് പറയാണ്ട് എക്സ് ബാർ എന്നൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. ദെൻ എക്സാമ്പിൾ നോക്കുക. നമുക്ക് കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. 250, 100, 200, 300, 150 ഇത്രയും നമുക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്, സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒബ്സർവേഷൻസ് 250, 100, 200, 300, 150 ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ. എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണല്ലേ ഉള്ളത്. 250 1, 100 എന്ന് പറഞ്ഞാൽ 2, 3, 200 നാലാമത്, 300 അഞ്ചാമത്, 150. ഈ 5 നമ്പർ ആണുള്ളത്. ഡിവൈഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 200 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ ചില സമയത്ത് ഇങ്ങനെ വെറും നമുക്ക് ആ ഒബ്സർവേഷൻ മാത്രമല്ല തരിക, അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഫ്രീക്വൻസിയും കൂടി തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോയിങ് ഡാറ്റ ഇൻഡിക്കേറ്റ് ഡെയിലി ഏർണിംഗ്സ് ഓഫ് 40 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഡെയിലി വർക്കേഴ്സ് എന്ന് പറയുന്നത് 5, 6, 7, 8, 9 നമ്മുടെ ഒബ്സർവേഷൻസ് അതാണ്. പിന്നെ വർക്കേഴ്സ് എത്രയാണ്, 3, 8, 12, 10, 7 തന്നിട്ടുണ്ട്. അത് ഫ്രീക്വൻസിയാണ്, അത് എഫ് ആണ്. അപ്പം ഡെയിലി ഏർണിങ്സ് നമ്മൾ ഇപ്പോൾ 3 കോളാക്കി എഴുതുക. ഫസ്റ്റ് കോളത്തിൽ ഡെയിലി ഏർണിങ്സ് എഴുതുക, സെക്കൻഡ് കോളം നമ്പർ ഓഫ് വർക്കേഴ്സ് എഴുതുക, മൂന്നാമത്തെ കോളത്തിൽ ഈ ആദ്യത്തെ ഡെയിലി ഏർണിങ്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പം മൂന്നാമത്തെ കോളത്തിൽ എഫ് എക്സ് ആണ് വേണ്ടത്. അതായത് ഈ രണ്ടും, അതായത് ഫസ്റ്റ് 2 കോളും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 5 × 3 15 കിട്ടും, 6 × 8 48, 7 × 12 84, 8 × 10 80, ദെൻ 9 × 7 63. എന്നിട്ട് ഈ എഫ് എക്സിനെ ആഡ് ചെയ്യുക, 290 എന്ന് കിട്ടും. അതാണ് സിഗ്മ എഫ് എക്സ്, അതായത് എഫ് എക്സിന്റെ ടോട്ടൽ, അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് എന്ത്, എണ്ണം എടുക്കുക, അതാണ് എൻ എന്ന് പറയുന്നത്. അതിന്റെ ടോട്ടൽ എടുത്താൽ 40 എന്ന് കിട്ടും. അതാണ് എന്ത്, എൻ എന്ന് പറയുന്നത്. സോ ഇക്വേഷനിൽ കൊടുത്താൽ എക്സ് ബാർ ഈക്വൽസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. എഫ് എക്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 290 എന്നുള്ളത്. 290 ഡിവൈഡ് ബൈ 40, 7.25 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. ദെൻ മൂന്നാമതൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്താണ്, ക്ലാസ്സിന്റെ ഇന്റർവെൽസ് തന്നിട്ടുണ്ടാവും. അതായത് ക്ലാസ്സിനുള്ള തൊട്ടടുത്ത് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 5, 6, 7, 8 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് വരുന്ന സമയത്ത് 0 to 4, 4 to 8, 8 to 12, 12 to 16 എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇന്റർവെൽസും ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. നേരത്തെ എഴുതിയ പോലെ തന്നെ ഫസ്റ്റ് കോളം ക്ലാസ് എഴുതുക, സെക്കൻഡ് കോളത്തിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസി 1, 4, 3, 2 എന്ന് എഴുതാം. ദെൻ മൂന്നാമത്തെ കോളത്തിൽ മിഡ് വാല്യൂ ആണ് എഴുതേണ്ടത്. മിഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 0 to 4ന്റെ മിഡ് വാല്യൂ ഇത്രയാണ് 2, അതായത് 0 + 4/2, 2 നടുക്കുണ്ടത് 2 ആണ്. അടുത്ത എന്താണ്, 4 to 8ൻ്റെത് 4 + 8/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. അതായത് 4ൻ്റെയും 8ൻ്റെയും നടുക്കുള്ള സംഖ്യ 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 അല്ലേ. ദെൻ 8, 12ൻ്റെയും മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 + 12/2, അതായത് എത്രയാണ് കിട്ടുക, 10. ദെൻ ലാസ്റ്റ് 14 കിട്ടും മിഡ് വാല്യൂ, അതാണ് എക്സ്. ദെൻ എഫും കിട്ടി, നമുക്ക് എക്സും കിട്ടി. ദെൻ ലാസ്റ്റ് കോളം എഫ് എക്സ് ആണ്, അതായത് ഫ്രീക്വൻസി മിഡ് വാല്യൂവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 1 × 2 = 2, 6 × 4 24, 3 × 10 30, 2 × 14 28.
ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് കിട്ടും. എൻ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് നമ്പർ 10, എൻ എന്ന് പറയുന്നത്. സോ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന് പറയുന്നത് 84 ഡിവൈഡ് ബൈ 10 ആണ്. ദാറ്റ് മീൻസ് 8.4. ദെൻ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് കട്ട് മെത്തേഡ്. നമ്മളോട് ഷോർട്ട് കട്ട് മെത്തേഡിൽ എന്താണ് മീൻ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 2021 വന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് അരിത്തമെറ്റിക് മീൻ ബൈ ഷോർട്ട് കട്ട് മെത്തേഡ്. 0 to 10 5 എന്താണ് 5 തന്നിട്ടുണ്ട്, 10 to 20, then 20 to 30, 30 to 40, 40 to 50, 50 to 60. then ആൻസർ തന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തത് ഡയറക്റ്റ് മെത്തേഡാണ്. നമ്മളോട് ഷോർട്ട് കട്ട് മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് കോളത്തിൽ മാർക്ക് എഴുതുക, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എഫ് ടോട്ടൽ ചെയ്താൽ നമുക്കത് കിട്ടും, സിഗ്മ എഫ് കിട്ടും. ക്ലിയർ? ദെൻ മൂന്നാമത്തെ കോളം എന്ത് ചെയ്യുക? മിഡ് വാല്യൂ. നേരത്തെ കണ്ട പോലെ തന്നെ മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. മിഡ് ക്ലാസ് എഴുതുക എന്ന് പറയുന്നത് എന്താണ്? 10ൻ്റെയും 0 to 10ൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് 5, 10 to 20ൻ്റെത് 15, 20 to 30ൻ്റെത് 25. അങ്ങനെ എഴുതാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ 20 + 30/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂ കിട്ടും. ദെൻ 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്കുള്ള മിഡ് വാല്യൂ 35, 40ൻ്റെയും 50ൻ്റെത് 45, 50ൻ്റെയും 60ൻ്റെയും 55. സോ മിഡ് വാല്യൂ കിട്ടി. ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് ഡി ആണ്. ഡി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എന്താണ്, അതായത് മിഡ് വാല്യൂ മൈനസ് മിഡ് വാല്യൂ ആണ്. എക്സിൽ നിന്ന് മിഡ് വാല്യൂ മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക? നമുക്ക് ഈ ഒരു ഡി എന്നുള്ളത് കിട്ടുക. അപ്പം മിഡ് വാല്യൂ വെച്ചാൽ നമുക്ക് മിഡ് വാല്യൂ നോക്കുക, എത്രയാണ് മിഡ് വാല്യൂ വരുന്നത് നോക്കുക. മിഡ് ക്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 35 അല്ലേ ആണ് നമുക്ക് മിഡ് വാല്യൂ വരുന്നത്. അപ്പം മിഡ് വാല്യൂ എന്ന് പറയുന്നത് 35 ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? 5 മൈനസ് 35 കിട്ടിയാൽ നമുക്ക് -30 കിട്ടും. 15 മൈനസ് 35 -20 കിട്ടും. 25 മൈനസ് 35 -10 കിട്ടും. ഇങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് കോളം എഫ് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. എഫും ഡി, എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, ഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഡി എന്ന് പറയുന്നത് ഈ -30 × -5, അതായത് ഡിയും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 10ഉം -10 20യും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 100 കിട്ടും. ഇങ്ങനെ മുഴുവനായി കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എടുക്കുക, -200 കിട്ടും. ദെൻ ഇക്വേഷൻ, ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഈക്വൽസ്, അതായത് എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് ആണ്. എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എന്താണ് മിഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ്. അപ്പം 35 പ്ലസ് സിഗ്മ എഫ് ഡി നമുക്ക് എത്ര കിട്ടി? -200 കിട്ടി. സിഗ്മ എഫ് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്? 100 ഉണ്ട്. ദെൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 33 എന്നുള്ള ആൻസർ കിട്ടും. സോ ഇത് നോക്കി വെക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. Then what are the properties of arithmetic mean? The sum of the deviations of the observation from arithmetic mean is always 0. അതായത് എക്സും എക്സ് ബാറും തമ്മിലുള്ള ഒരു ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സം ഓഫ് ഡീവിയേഷൻ, സ്ക്വയർ ഡീവിയേഷൻ ഓഫ് ദി ഒബ്സർവേഷൻ ഫ്രം ദി മീൻ ഈസ് മിനിമം. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് മിനിമം ആണ്. ആൻഡ് ദി മീൻ ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. അതായത് നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്താലോ, സ്കെയിൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താലോ നമ്മൾ എന്ത് ചെയ്യും? മീൻ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.